എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയ സ്വാഗതം. +2 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം 2025 റിസൾട്ട് അല്ലത് തമ്മിൽ വന്ന മിസ്റ്റേക്കാണ്, ഞാൻ മാറ്റിക്കോളാം. അപ്പോൾ +2 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം 2025 ആർക്കൊക്കെയാണ് പരീക്ഷ എഴുതാൻ സാധിക്കുക, പരീക്ഷ എപ്പോഴാണ് വിളിക്കുന്നത്, ആർക്കൊക്കെ എഴുതാൻ സാധിക്കും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, ഈ വിഭാഗം ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷ എഴുതാൻ സാധിക്കില്ല. ആർക്കൊക്കെയാണെന്നുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി ഈ ഒരു വീഡിയോയിൽ കൂടെ തന്നെ നിങ്ങളുമായി പങ്കുവെക്കാം. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +2 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം 2025 റിസൾട്ട് എന്നുള്ളത് അത് തമ്മിലിലെ മിസ്റ്റേക്കാണ്, ഞാൻ മാറ്റിക്കോളാം. അപ്പോൾ നിരവധി വിദ്യാർത്ഥികൾ ചോദിച്ചൊരു സംശയം തന്നെയായിരുന്നു, +2വിൻ്റെ സേ പരീക്ഷ എപ്പോഴായിരിക്കും നടക്കുക, അതുപോലെ തന്നെ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക, ആർക്കൊക്കെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഈ ഒരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷയ്ക്കായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. അത് ഏതൊക്കെ വിദ്യാർത്ഥികൾക്കാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡായി പരിശോധിക്കാം. സാധാരണ ഇപ്പം നിങ്ങളുടെ +2 റിസൾട്ട് എന്ന് പറയുകയാണെങ്കിൽ മെയ് മാസം 21 പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഒഫീഷ്യലി എന്ത് ചെയ്യും, നിങ്ങളുടെ +2 റിസൾട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യും. ഈ +2 റിസൾട്ട് അനൗൺസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചക്കകം തന്നെ എന്ത് ചെയ്യും, +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വിളിക്കും. +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യും, വിളിക്കും. മെയ് മാസം 21 റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ആ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ ആണ് വിദ്യാർത്ഥികൾക്ക് സേ ആയിട്ടും ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക. കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് സപ്ലി എത്രയുണ്ടോ, നിങ്ങൾക്ക് എത്ര സപ്ലി ഉണ്ടോ അത് മുഴുവൻ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുന്നത് നിങ്ങൾക്ക് 6 സപ്ലി ഉണ്ട്, 5, 4, 3, 2, 1 എത്ര സപ്ലി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് മൊത്തം എഴുതാം. പക്ഷേ എല്ലാ വിഷയത്തിനും ജയിച്ച വിദ്യാർത്ഥികൾക്ക് ഒറ്റ ഒരു വിഷയം മാത്രമായിരുന്നു കഴിഞ്ഞ വർഷം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ അനുവദിച്ചിരുന്നത്. അതായത് സപ്ലി ഉള്ളവർക്ക് എത്ര എണ്ണം വേണമെങ്കിലും എഴുതാം. അത് നിങ്ങൾക്ക് എത്ര 1, 2, 3, 4, 5, 6 എത്ര സപ്ലി ഉണ്ടെങ്കിലും എഴുതാം. പക്ഷേ ഇമ്പ്രൂവ്മെൻറ്റ് എല്ലാ വിഷയത്തിനും ജയിച്ച വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു വിഷയം ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഈ വർഷവും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ആർക്കൊക്കെയാണ് രജിസ്റ്റർ ചെയ്യാൻ നിൽക്കും. ഇപ്പം നിങ്ങൾ +2വിൻ്റെ മെയിൻ എക്സാമിന് രജിസ്റ്റർ ചെയ്ത ഒരു വിദ്യാർത്ഥി ആണെങ്കിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാൻ സാധിക്കുള്ളൂ. ഇപ്പം നിങ്ങൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ +2വിൻ്റെ പബ്ലിക് എക്സാമിന് എന്ത് ചെയ്തിട്ടുണ്ടാവണം, രജിസ്റ്റർ ചെയ്തവരായിരിക്കണം. ഈ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ +2 പബ്ലിക് എക്സാം ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എഴുതണം എന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. നിങ്ങൾ +2 പരീക്ഷ മെയിൻ എക്സാം പബ്ലിക് എക്സാം എഴുതിയാലും ഇല്ലെങ്കിലും രജിസ്റ്റർ ചെയ്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിലേ നിങ്ങൾക്ക് സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരും, അപ്പം ഈ രജിസ്റ്റർ ചെയ്യാതെ പബ്ലിക് എക്സാമിന് രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾ കാണും, പബ്ലിക് എക്സാം എഴുതാത്ത വിദ്യാർത്ഥികൾ കാണും. ഇവർക്കിനി എപ്പോഴാണ് +2 എഴുതാൻ പറ്റുക, 2026 അടുത്ത വർഷത്തെ +2 പബ്ലിക് എക്സാം മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ മെയിൻ എക്സാം ചുരുക്കി പറഞ്ഞാൽ പബ്ലിക് എക്സാം എഴുതിയ ഒരു വിദ്യാർത്ഥി ആയിരിക്കണം. പബ്ലിക് എക്സാം എഴുതിയ ഒരു വിദ്യാർത്ഥിക്ക് മാത്രമേ +2 സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ സാധിക്കുള്ളൂ. പബ്ലിക് എക്സാം എഴുതിയ ഒരു വിദ്യാർത്ഥിക്ക് മാത്രമേ +2 സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ സാധിക്കുള്ളൂ. ഇനി അഥവാ പബ്ലിക് എക്സാം എഴുതിയില്ലെങ്കിലും പബ്ലിക് എക്സാമിന് രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥി ആയിരിക്കണം. നിങ്ങൾക്ക് പബ്ലിക് എക്സാം നിങ്ങൾ എഴുതിയില്ല, എന്തെങ്കിലും കാരണം വെച്ചാൽ എഴുതാൻ പറ്റിയില്ല, ബട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തവരായിരിക്കണം. നിങ്ങളിപ്പോൾ പബ്ലിക് എക്സാമിന് രജിസ്റ്റർ ചെയ്തു, എന്തെങ്കിലും കാരണം വെച്ചാൽ ഒഫീഷ്യലി എന്തെങ്കിലും സിറ്റുവേഷൻ കാരണം നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിച്ചില്ല, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ബട്ട് പബ്ലിക് എക്സാമിന് രജിസ്റ്റർ ചെയ്യാത്തൊരു വിദ്യാർത്ഥിക്ക് സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമും എഴുതാൻ സാധിക്കില്ല. ആർക്കൊക്കെ എഴുതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ +2 മെയിൻ എക്സാമിന് രജിസ്റ്റർ ചെയ്യുകയോ പരീക്ഷ എഴുതുകയോ ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും +2 സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാം. നിങ്ങൾ +2 പബ്ലിക് എക്സാം എഴുതിയവരായിരിക്കണം, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾ +2 പബ്ലിക് എക്സാമിന് രജിസ്റ്റർ ചെയ്യുകയും എന്തെങ്കിലും കാരണം വെച്ചാൽ ഓഫീഷ്യലുള്ള എന്തെങ്കിലും മാറ്റർ വെച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റാതെ പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്കും എഴുതാൻ സാധിക്കും. എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്,
നിങ്ങൾ മെയിൻ എക്സാമിന് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തത്? നിങ്ങളോട് സ്കൂളിൽ നിങ്ങൾ പൈസ കൊണ്ട് കൊടുക്കുകയും അവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രൊസീജിയർ. ഡേറ്റ് വന്നു കഴിയുമ്പോൾ നിങ്ങളെ എന്ത് ചെയ്യും? സ്കൂളിൽ നിന്ന് അറിയിക്കും. അല്ലെങ്കിൽ അഥവാ സ്കൂളിൽ നിന്ന് നിങ്ങളെ അറിയിച്ചില്ലെങ്കിൽ, ഇപ്പം നിങ്ങളുടെ +2 ഒക്കെ കഴിഞ്ഞു, ഇപ്പോൾ ഗ്രൂപ്പുകളൊക്കെ എന്താണ് അനങ്ങാതെ മെസ്സേജ് ഒന്നും വരാതെ എന്ത് ചെയ്യുന്നുണ്ടാവും? കിടപ്പുണ്ടാവും. കാരണം ഇനി ആ ഗ്രൂപ്പ് ചിലപ്പോൾ ആക്റ്റീവ് ഒന്നും ആകൂല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്കൂൾ ഗ്രൂപ്പിൽ നിന്നും ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഇതുമായി ബന്ധപ്പെട്ടൊരു വിവരം ലഭിച്ചു എന്ന് വരില്ല. കാരണം അധ്യാപകരെന്താണ്, ഇപ്പോൾ +1 അലോട്ട്മെൻറ്റ് നടപടികളൊക്കെ ആരംഭിച്ചു. അപ്പോൾ അധ്യാപകരെന്താണ് അതിൻ്റെയൊക്കെ തിരക്കിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സപ്ലിയുടെ നോട്ടിഫിക്കേഷൻ, +2 സേയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ അവർ ചിലപ്പോൾ നിങ്ങളെ ഇൻഫോം ചെയ്യാൻ മറന്നു പോകും, അല്ലെങ്കിൽ അവരത് വിട്ടുപോകും. കാരണം നിങ്ങളുടെ ബാച്ച് കഴിഞ്ഞു, നിങ്ങളുടെ എല്ലാം കഴിഞ്ഞു, ഇനി അവർക്ക് പുതിയ സ്റ്റുഡൻസ് ആകും. അപ്പോൾ അവർക്കിനി അവരുടെ കാര്യം നോക്കണം. അങ്ങനെ വരുമ്പോൾ പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, +2 സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് എക്സാം അധ്യാപകർ തിരക്കിലാണ്, അത് ഡേറ്റ് വന്നത് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് വെച്ച് നിങ്ങൾക്കത് എഴുതാതിരിക്കാൻ പറ്റൂല. കാരണം നിങ്ങൾ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് പാസ്സാകാൻ കഴിയുള്ളൂ. അപ്പം ആ ഡേറ്റുകളും കാര്യങ്ങളെല്ലാം കൃത്യമായി വരുമ്പോൾ തീർച്ചയായും നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഈ ചാനലിൽ ഇവിടെ തന്നെ ഉണ്ട്. ആ ഡേറ്റും കാര്യങ്ങളെല്ലാം കൃത്യമായി വരുമ്പോൾ നിങ്ങളെ ഇൻഫോം ചെയ്യാൻ ഈ ചാനൽ നിങ്ങളിപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ് വരുമ്പോൾ ഞാനത് അപ്ഡേറ്റ് നോക്കിയിട്ട് വീഡിയോ ആക്കി ഇടും. അന്നേരം നിങ്ങളുടെ മൊബൈലിൻ്റെ സ്ക്രീനിന് മേളിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. നിങ്ങൾ എന്ത് ചെയ്യണ്ട, പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ ഡേറ്റ് വന്നോ നോക്കണ്ട, നിങ്ങളുടെ അധ്യാപകരോട് ചോദിക്കണ്ട. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. നിങ്ങൾ ആരുടെയും മുമ്പിൽ ചോദിക്കേണ്ട ആവശ്യമില്ല. ഒരു വെബ്സൈറ്റ് നിങ്ങൾ കയറണ്ട, വേറെ എവിടെയും നിങ്ങൾ അന്വേഷിക്കേണ്ട. ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മതി. ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഇക്കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും വരുന്ന മുറയ്ക്ക് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ തൽക്കാലത്തേക്ക് വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയ കാണുന്നവരെ മൈ നെയിം ഈസ് കറിദ, ഫൗണ്ടർ ഓഫ് സ്ക്രേ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.